ഗോട്ട് എ ക്രെഡിറ്റ് കാർഡ്. ചുമ്മാ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ്. അന്ന് ഞാൻ 24 years old ആണ്. ഞാനന്ന് ദുബായിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഒരു വലിയ എമൗണ്ട് ഇങ്ങനെ കിടക്കുക. ഡാഡി ഗോട്ട് സോ ആംഗ്രി ആൻഡ് ഐ സെഡ് വൈ ദാറ്റ്, ലൈക്ക് ഇത് അതിനുള്ളതല്ലേ. ഞാൻ അപ്പം ഡാഡി പറഞ്ഞു ഇത് അതിൻ്റെ അനുസരിച്ച് നിൻ്റെ കയ്യിൽ സാലറി വരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ഇല്ല. മനസ്സിലായോ? ഒരു പ്ലാനില്ല. നല്ല ബാഗ്, നല്ല മേക്കപ്പ്, നല്ല പെർഫ്യൂം. ദാറ്റ്സ് വാട്ട് വി ഡു, റൈറ്റ്? അപ്പോൾ വി ഷുഡ് ഓൾവേസ് ഹാവ് ഫൈനാൻസ്. നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്താൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റൊന്നില്ല. ഇവിടെയും പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റാണ്. പുറത്തു പോയി ജോലി ചെയ്യുന്ന പല കുട്ടികൾക്കും അവർക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ കൂടെയുള്ള പയ്യന്മാരും പെൺപിള്ളേർക്കും ഒക്കെ വേറെ സോഴ്സ് ഓഫ് റവന്യൂ ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് പോക്കറ്റ് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്കതില്ലെങ്കിൽ ഡോണ്ട് ട്രൈ ടു ഫിറ്റ് ഇൻ. അവർ പോയി കഴിക്കുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു ഈറ്റ് ഓൾ ദാറ്റ്. നിങ്ങൾക്ക് അവരോട് ഹാങ് ഔട്ട് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ ഫുഡ് എക്സ്പെൻസസ് നിങ്ങൾ കറക്റ്റ് ആക്കാൻ നോക്കുക. അനാവശ്യമായിട്ട് ചിലവ് ചെയ്യരുത്. കുറച്ച് അരിയും പരിപ്പൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. തക്കാളി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പ്രിപ്പയർ യുവർ ലഞ്ച്. അമ്മേനെ വിളിച്ചു വയ്ക്കുക, അമ്മേ പരിപ്പിൽ എന്താ ഇടുക, പച്ചമുളകാണോ വെളുത്തുള്ളിയാണോ? ബിക്കോസ് ഡെയിലി പുറത്തുനിന്ന് കഴിക്കുന്നത് 2 ബോളാണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നത്. ഏതാണ്? മണി ആൻഡ് കറക്റ്റ് ഹെൽത്ത്. ഡെയിലി പുറത്തുനിന്ന് കഴിച്ചാൽ രണ്ടും ഇച്ചിരി ഒന്ന് ഡാമേജ് ആവാൻ. വല്ലപ്പോഴും പോവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാം, കഴിക്കാം. അപ്പോൾ വി ഷുഡ് ബിക്കം വാട്ട്? ഇൻഡിപെൻഡൻറ്റ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. വി ഷുഡ് സ്റ്റാർട്ട് സേവിങ്. വി ഷുഡ് ഹാവ് പ്ലാനിങ്. വരവും ചിലവൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓട്ട പോലെ ഇങ്ങനെ പോകാണ്ട് വി ഷുഡ് ഓൾ പ്ലാൻ. അപ്പം ഇതാണ് നമ്മുടെ ബാലൻസിങ്, ആർട്ട് ഓഫ് ബാലൻസിങ്ങിൽ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളൊന്ന് വെറുതെ ഒന്ന്, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിലേക്ക് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് നോക്കൂ. നമസ്കാരം പ്രിയരെ. എങ്ങനെയാണ് ബെഡ്റൂം ഇരിക്കുന്നത്? നമ്മൾ ഈ കലാരംഗത്ത് കണ്ടുപോയിട്ടുള്ള പലരിലും വ്യത്യസ്തയായ ഒരാളാണ് അവര് കൂട്ടുകെട്ട്. ബിഗ് ബോസിൽ നിന്നും തുടങ്ങി അവരുടെ ഒരു യാത്ര ഇന്നവർ കുടുംബസമേതം 2 കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് സ്വന്തം ഷോസും ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ പേളിമണിക്കാവട്ടെ എന്റെ റൂമാണ്. അത് നിങ്ങൾക്ക് മാത്രം ആക്സസ് ഉള്ള ഒരു ഏരിയ ആണ്. നിങ്ങളിലേക്ക് ഷെയർ ആ റൂം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ് എന്ന് പറയുന്നത് പോലെ. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ സിമ്പിൾ എക്സാമ്പിൾ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ പേളിമണിയിലേക്ക് നോക്കിയാൽ നമുക്ക് പലതും പഠിക്കുവാനായിട്ട്. യെസ് പറയാൻ പഠിക്കുക. പേളിമണിയുടെ ആ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാം. പേളിമണിയുടെ ആ ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, നല്ല ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് അതും മാതൃകയാക്കാം. കാരണം നമ്മുടെ ഈ രംഗത്ത്, കലാരംഗത്ത് കാണുന്ന ഓരോരുത്തരും ചെയ്തു പോരുന്ന ആ കോപ്രിത്തരങ്ങളെല്ലാം നിന്നും വ്യത്യസ്തയായി സ്വന്തം കുടുംബത്തിന്റെ വാല്യൂസ് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലേഡി, അതാണ് പേളിമണി. താങ്ക് യു.